എല്ലാവർക്കും കോപ്പറേറ്റീവ് കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് IT ആൻഡ് സൈബർ ലോയിൽ നമുക്ക് സിലബസിൽ പറഞ്ഞിരിക്കുന്ന അതുപോലെ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ IT ആൻഡ് സൈബർ ലോയിൽ നമുക്ക് JCയുടെ പഴയ സിലബസ് അനുസരിച്ച് 10 മാർക്കിനാണ് IT എന്ന് പറയുന്നത്. IT ആൻഡ് സൈബർ ലോയിൽ 10 മാർക്ക്. അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കേരള ബാങ്ക് പരീക്ഷയിലും ഒരു പ്രധാന ടോപ്പിക്കായിരിക്കും IT ആൻഡ് സൈബർ ലോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസുകളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, രണ്ട് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, മൂന്ന് ഔട്ട്പുട്ട് യൂണിറ്റ്. അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് ഇൻപുട്ട് ഡിവൈസുകളെ പറ്റിയാണ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻ ഇൻപുട്ട് ഡിവൈസ് ഈസ് എ കമ്പ്യൂട്ടർ ഡിവൈസ് ഓർ ഹാർഡ്വെയർ ദാറ്റ് അലോ ദ യൂസർ ടു പ്രൊവൈഡ് ഡേറ്റ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ കമ്പ്യൂട്ടർ കൺവേർട്ട് ചെയ്ത് അത് ബൈനറി ഫോമിലേക്ക് ആക്കുകയും കമ്പ്യൂട്ടർ അക്സെപ്റ്റബിൾ ഫോമിലേക്ക് ആക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഡേറ്റ നമ്മുടേതായ രീതിയിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം ഇൻപുട്ട് ഡിവൈസ് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ കുറച്ച് ഇൻപുട്ട് ഡിവൈസുകളെ പരിചയപ്പെടുകയാണ്. അതിൽ കീബോർഡ്, മൗസ്, ലൈറ്റ് പെന്ന്, ജോയ്സ്റ്റിക്ക്, സ്കാനർ, ട്രാക്ക് ബോൾ, മൈക്രോഫോൺ, ഡിജിറ്റൽ ക്യാമറ, OMR, MICR, ബാർകോഡ് റീഡർ, ഹാൻഡ് റിട്ടൺ റെക്കഗ്നിഷൻ, ഫിംഗർ പ്രിൻറ്റ് റീഡർ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകളെന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യം കീബോർഡ്. എന്താണ് കീബോർഡ്? കീബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രാഥമിക ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്പേഴ്സ് ആയിട്ടും അതുപോലെ സിമ്പിൾസ് ആയിട്ടും നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ സക്സസർ ടു ദ ടൈപ്പ് റൈറ്റർ. അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കീബോർഡിനെ പറയാം. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത് ടൈപ്പ് റൈറ്ററാണ്. എന്നാൽ അത് അപ്ഡേറ്റ് ആയി വന്നാണ് കീബോർഡ് ആയത്. അപ്പോൾ കീബോർഡിൽ തന്നെ നമ്മൾ ആദ്യകാലത്ത് കീബോർഡ് വന്ന സമയത്ത് വയേർഡ് കീബോർഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറി വയർലെസ് എന്ന നിലയിലേക്ക് വരെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ കീബോർഡിനെ പറ്റി നോക്കുമ്പോഴത്തേക്ക് കീബോർഡ് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ക്രിസ്റ്റഫർ ഷൂൾസ്. അപ്പോൾ കീബോർഡ് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് ക്രിസ്റ്റഫർ ഷൂൾസ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 104 കീസാണ്. ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 104 കീസാണുള്ളത്. ഇനി ഒരു കീബോർഡിൽ ഏറ്റവും ലാർജസ്റ്റ് കീ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേസ് ബാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലാർജസ്റ്റ് കീ എന്ന് പറയുന്നത് സ്പേസ് ബാറാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ എത്ര കീസ് ഉണ്ടെന്ന് വെച്ചാൽ 104 കീസ് ഉണ്ട്. കീബോർഡ് ഇൻവെൻറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് ക്രിസ്റ്റഫർ ഷൂൾസ് എന്നാണ്. ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് വേണമെങ്കിൽ നമുക്ക് കീബോർഡിനെ പറയാം. ഇനി കീബോർഡിൻ്റെ വേരിയസ് ടൈപ്സ് ആണ്. പല ടൈപ്പ് കീബോർഡുകളും നമ്മൾ കീബോർഡ് ലേഔട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യുവർട്ടി കീബോർഡാണ്. 3 ടൈപ്പ് കീബോർഡാണ് പ്രധാനമായിട്ടും ഉള്ളത്. ക്യുവർട്ടി, ഡോബ്രാക്ക്, അസർട്ടി കീബോർഡ്. ഇങ്ങനെ 3 ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്യുവർട്ടി കീബോർഡാണ്. ഇനി കീസ് ഓൺ കീബോർഡ്. നമുക്ക് കീബോർഡിലുള്ള പ്രധാനപ്പെട്ട കീസ് ഏതെന്ന് നോക്കാം. അതിൻ്റെ ഫംഗ്ഷൻസ് കൂടെ നോക്കാം. അപ്പോൾ അതിൽ ആദ്യം ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത് ആൽഫബറ്റും ന്യൂമറിക്കും അതുപോലെ തന്നെ സിമ്പിൾസും എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീസാണ് ആൽഫ ന്യൂമറിക് കീസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആൽഫബറ്റിൽ A to Z ഉണ്ട്. അതുപോലെ തന്നെ നമ്പേഴ്സിൽ 0 to 9 ഉണ്ട്. പിന്നെ പങ്ക്ച്വേഷൻസ്, കോമ, പീരീഡ്, സെമിക്കോളം, ബ്രാക്കറ്റ്, പാരന്തസിസ്, അങ്ങനെ സിമ്പിൾസും ഒരുപാട് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് കീബോർഡ് വഴി. ഇനി അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഫംഗ്ഷൻ കീസ് F1 മുതൽ F12 വരെയാണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത്. 12 ഫംഗ്ഷൻ കീസാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഓരോന്നും നോക്കാം. F1 എന്ന് പറയുന്നത് ഹെൽപ്പ് സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് F1 യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ F2 ആണെങ്കിൽ ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിൻ്റെ നെയിം റീനെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് F2 എന്ന് പറയുന്നത്. F3 ആണെങ്കിൽ സെർച്ച് ഫംഗ്ഷനാണ്. എന്തെങ്കിലും നമുക്കൊരു ഫയലിന് ഒരു ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് F3 എന്ന് പറയുന്നത്. ഇനി F4 എന്ന് പറയുന്നത് ആക്റ്റീവായിട്ടുള്ളൊരു വിൻഡോ ക്ലോസ് ചെയ്യാൻ, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് F4 യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീയാണ് Alt+F4 എന്ന് പറയുന്നത്. ഇനി അടുത്ത F5 എന്ന് പറയുന്നത് ഒരു പേജ് റിഫ്രഷ് ചെയ്യാൻ അല്ലെങ്കിൽ റീലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് F5 എന്ന് പറയുന്നത്. ഇനി F6 എന്ന് പറയുന്നത് മൂവ് ദ കഴ്സർ ടു ദ അഡ്രസ് ബാർ. ഒരു കഴ്സർ മൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് F6 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ F7 ഇമ്പോർട്ടൻ്റ് ആണ്. F7 എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ചെക്കിനും ഗ്രാമർ ചെക്കിനും വേണ്ടി യൂസ് ചെയ്യുന്ന കീയാണ് F7 എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് F8 എന്ന് പറയുന്നത് ബൂട്ട് മെനു, വിൻഡോസിലെ ബൂട്ട് മെനു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ F8 യൂസ് ചെയ്യുന്നത്. F9 ആണെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഡോക്യുമെൻറ്റ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഇമെയിൽ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും റിസീവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ F9 കീ ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്യും. ഇനി F10 എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ദ മെനു ബാർ ഓഫ് ദ ഓപ്പൺ ആപ്ലിക്കേഷൻ. ഒരു നമ്മളിപ്പോൾ കറൻലി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനിലെ മെനു ബാർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീയാണ് F10 എന്ന് പറയുന്നത്. അത് Shift+F10 ആണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് കീയാണ് Shift+F10 എന്ന് പറയുന്നത്. അടുത്ത F11 എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ എക്സിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീയാണെന്ന് പറയുന്നത് F11 എന്ന് പറയുന്നത്. അടുത്ത F12 എന്ന് പറയുന്നത് സേവസ്, മൈക്രോസോഫ്റ്റ് വേർഡിലെ സേവസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് F12 യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇതും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അടുത്തത് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത് നമ്മൾ മൗസ് വെച്ച് കഴ്സർ മൂവ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത്. ആരോ കീ, പേജ് അപ്പ്, ഹോം, പേജ് ഡൗൺ, എൻഡ്. ഇത്രയുമാണ്. ഇതൊക്കെ ജസ്റ്റ് എന്തുവാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും
പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മോഡിഫയർ കീസ്. ദീസ് കീസ് ദാറ്റ് മോഡിഫൈ ദ എഫക്റ്റ് ഓഫ് അതർ കീസ്. നമുക്ക് സെർട്ടൻ ഒരു മോഡിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ഷിഫ്റ്റ്, കൺട്രോൾ, ആൾട്ട്. ഇപ്പോൾ മോഡിഫയർ കീസ് ഷിഫ്റ്റ്, ആൾട്ട്, കൺട്രോൾ. ഇതാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ നോക്കുന്നത് ടോഗിൾ കീസാണ്. ടോഗിൾ കീസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഓണും ഓഫും ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ടോഗിൾ കീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്പർ ലോക്ക് യൂസ് ചെയ്യും. നമ്പർ ലോക്ക് എന്ന് പറയുന്നത് നമ്പർ പാഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ ലോക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോഗിൾ കീസ് എന്ന് പറയുന്നത് ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക്. മോഡിഫയർ കീസ് എന്ന് പറയുന്നത് ഷിഫ്റ്റ്, കൺട്രോൾ, ആൾട്ട്. നാവിഗേഷൻ കീസ് എന്ന് പറയുന്നത് ആരോ കീ, പേജ് അപ്പ്, ഹോം, പേജ് ഡൗൺ, എൻഡ്. പിന്നെ F1 മുതൽ F12 വരെ ഫംഗ്ഷൻ കീസ് ഉണ്ട്. അതുപോലെ തന്നെ ആൽഫ ന്യൂമറിക് കീസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കീബോർഡ്, ഇൻപുട്ട് ഡിവൈസിൽ കീബോർഡിനെ പറ്റി പറയുവാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കീബോർഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയുമാണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഈ PDF നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി എക്സാംസ് നടത്തുന്നുണ്ട്, പോൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്.